നിങ്ങളെപ്പോഴെങ്കിലും ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ സ്ക്രോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില ആളുകളുണ്ട്, അവർ ദിവസവും സോഷ്യൽ മീഡിയയിൽ വരാറുണ്ട്, മറ്റുള്ളവരുടെ പോസ്റ്റുകൾ കാണാറുണ്ട്, ഒരുപക്ഷെ ലൈക്ക് ചെയ്യാറുണ്ടാകും. എന്നാൽ അവരുടെ സ്വന്തം പ്രൊഫൈലിലേക്ക് നോക്കിയാൽ ഒന്നുകിൽ ഒരു ബ്ലാങ്ക് DP, അല്ലെങ്കിൽ ഒരു പൂവിൻ്റെയോ പ്രകൃതിയുടെയോ ചിത്രം, ഒരു ഫോട്ടോ പോലും അവർ സ്വന്തമായി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായില്ല. നമ്മളിൽ ഭൂരിഭാഗം ആളുകളും ഇവരെക്കുറിച്ച് എന്താണ് വിചാരിക്കുക? അവർക്ക് ഒരു നല്ല ഫോൺ കാണില്ല, അല്ലെങ്കിൽ കാണാൻ ഭംഗിയില്ലാത്തതുകൊണ്ട് ഇൻസെക്യൂരിറ്റി ഉള്ളവരായിരിക്കും. അതുമല്ലെങ്കിൽ ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന വിരസമായ ജീവിതം നയിക്കുന്നവരായിരിക്കുന്നതുകൊണ്ടാണ്. എന്നാൽ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾ അറിയാൻ പോകുന്നത് നിങ്ങളെ പൂർണ്ണമായും ഞെട്ടിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളാണ്. സൈക്കോളജി പ്രകാരം സോഷ്യൽ മീഡിയയിൽ സ്വന്തം ഫോട്ടോകൾ പോസ്റ്റ് ചെയ്യാത്തവർ നമ്മൾ വിചാരിക്കുന്നത് പോലെയുള്ള സാധാരണക്കാരോ ദുർബലരോ അല്ല. യഥാർത്ഥത്തിൽ അവർ ഈ ആധുനിക ഡിജിറ്റൽ ലോകത്തെ ഏറ്റവും ശക്തമായ മാനസികാവസ്ഥയുള്ള, അങ്ങേയറ്റം ആത്മനിയന്ത്രണമുള്ള ഒരു പ്രത്യേക വിഭാഗം മനുഷ്യരാണ്. മറ്റുള്ളവർ ലൈക്കുകൾക്കും കമൻറ്റുകൾക്കും വേണ്ടി സ്വന്തം ജീവിതം പണയം വയ്ക്കുമ്പോൾ ഇവർ തിരശീലയ്ക്ക് പിന്നിലിരുന്ന് വലിയ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇവർ ലോകത്തിൽ നിന്ന് ഒളിച്ചിരിക്കുന്നത്? ഇതിന് പിന്നിലെ ഞെട്ടിക്കുന്ന 7 സൈക്കോളജിക്കൽ രഹസ്യങ്ങളും അവരിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട വലിയൊരു ജീവിത പാഠവുമാണ് ഈ വീഡിയോയിൽ നമ്മൾ തുറന്നു കാട്ടാൻ പോകുന്നത്. ഇതിലെ അവസാനത്തെ കാരണങ്ങൾ നിങ്ങളുടെ ചിന്താഗതിയെ തന്നെ മാറ്റിമറിക്കും. ലെറ്റ്സ് ഡൈവ് ഇൻ. വെൽക്കം ടു മൈ ചാനൽ സൈൻ ഇൻസൈറ്റ്. 1. ദ ഡോപ്പമീൻ ട്രാപ്പ് ആൻഡ് ഹൈ സെൽഫ് കൺട്രോൾ. ഡോപ്പമിൻ കെണിയും ആത്മനിയന്ത്രണവും. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് തലച്ചോറിൻ്റെ പ്രവർത്തനമാണ്. ഇന്ന് സോഷ്യൽ മീഡിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ ഒരു ചൂതാട്ട കേന്ദ്രം പോലെയാണ്. നിങ്ങളൊരു ഫോട്ടോ ഇടുമ്പോൾ അതിന് ലഭിക്കുന്ന ഓരോ ലൈക്കും നിങ്ങളുടെ തലച്ചോറിൽ ഡോപ്പമീൻ എന്ന ഫീൽ ഗുഡ് കെമിക്കൽ റിലീസ് ചെയ്യും. ഇതൊരു ലഹരിയാണ്. എന്നാൽ ഫോട്ടോ ഇടാത്തവർ ഈ ഡോപ്പമിൻ ട്രാപ്പിൽ വീഴാത്തവരാണ്. മറ്റൊരാൾ തങ്ങളെ നോക്കി കൊള്ളാം എന്ന് പറയുന്നത് കേൾക്കാൻ അവർക്ക് കാത്തിരിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് കടുത്ത ആത്മനിയന്ത്രണമുണ്ട്. തങ്ങളുടെ സന്തോഷത്തെ നിയന്ത്രിക്കാനുള്ള റിമോട്ട് കൺട്രോൾ അവർ മറ്റുള്ളവരുടെ കൈകളിൽ കൊടുക്കാറില്ല. 2. ദ പവർ ഓഫ് ഡാർക്ക് പ്രൈവസി. സ്വകാര്യതയുടെ നിഗൂഢമായ ശക്തി. രണ്ടാമത്തെ കാരണം ഡാർക്ക് പ്രൈവസി അഥവാ നിഗൂഢമായ സ്വകാര്യതയാണ്. ഇന്ന് ആളുകൾ രാവിലെ എഴുന്നേറ്റതു മുതൽ രാത്രി ഉറങ്ങുന്നതുവരെ എന്ത് ചെയ്യുന്നു, എവിടെ പോകുന്നു, ആരെ കാണുന്നു എന്നതെല്ലാം ലോകത്തെ വിളിച്ചറിയിക്കുകയാണ്. എന്നാൽ ഫോട്ടോ ഇടാത്തവർ വിശ്വസിക്കുന്നത് തങ്ങളുടെ ജീവിതം ഒരു തുറന്ന പുസ്തകമാകരുത് എന്നാണ്. സൈക്കോളജിയിൽ ഇതിനെ ദ ഇല്യൂഷൻ ഓഫ് ഇൻആക്സസിബിലിറ്റി എന്ന് പറയും. അതായത്, നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർക്ക് എത്രത്തോളം കുറവ് വിവരങ്ങൾ അറിയാമോ അത്രത്തോളം നിങ്ങളുടെ മേൽ അവർക്കുള്ള സ്വാധീനവും കുറവായിരിക്കും. ഇവർ തങ്ങളുടെ വ്യക്തി ജീവിതത്തെ ഒരു വലിയ കോട്ട പോലെ സംരക്ഷിക്കുന്നു. 3. ലോ നീഡ് ഫോർ സോഷ്യൽ വാലിഡേഷൻ. ബാഹ്യമായ അംഗീകാരത്തിൻ്റെ ആവശ്യമില്ലായ്മ. മൂന്നാമത്തെ പോയിന്റ് അങ്ങേയറ്റം ഇൻഫോർമേറ്റീവാണ്. സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ അമിതമായി ഫോട്ടോ ഇടുന്ന പലരിലും ലോ സെൽഫ് ഈസ്റ്റീം അല്ലെങ്കിൽ ആത്മവിശ്വാസക്കുറവ് ഒളിഞ്ഞിരിപ്പുണ്ടാകാം എന്നാണ്. തങ്ങൾ സുന്ദരന്മാരാണ് അല്ലെങ്കിൽ സന്തോഷത്തിലാണ് എന്ന് സ്വയം വിശ്വസിക്കാൻ അവർക്ക് മറ്റുള്ളവരുടെ 100 ലൈക്കുകൾ ആവശ്യമാണ്. എന്നാൽ പ്രൊഫൈൽ ബ്ലാങ്കായി ഇട്ടിരിക്കുന്നവർക്ക് ആ പ്രശ്നമില്ല. അവർക്ക് അവരുടെ മൂല്യം കൃത്യമായി അറിയാം. കണ്ണാടിയിൽ നോക്കുമ്പോൾ തനിക്ക് തന്നിലുള്ള വിശ്വാസം മാത്രമാണ് അവർക്ക് വലുത്, അല്ലാതെ അജ്ഞാതരായ കുറച്ചുപേരുടെ കമൻറ്റുകളല്ല. ഇതുവരെ നമ്മൾ പറഞ്ഞത് ഇങ്ങനെയുള്ളവരുടെ ചില പൊതുവായ സ്വഭാവങ്ങളാണ്. എന്നാൽ ഇനി നമ്മൾ പറയാൻ പോകുന്ന ബാക്കി കാരണങ്ങൾ ഇവരെന്തുകൊണ്ട് സമൂഹത്തിൽ ഏറ്റവും അപകടകാരികളായ അല്ലെങ്കിൽ അതിബുദ്ധിശാലികളായ മനുഷ്യരായി മാറുന്നു എന്നതിനെക്കുറിച്ചാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തെയും ചിന്തകളെയും ഒരുപക്ഷെ മാറ്റിമറിച്ചേക്കാം. 4. ദ ഗോസ്റ്റ് പ്രോട്ടോകോൾ ഇൻ കരിയേഴ്സ് ആൻഡ് സക്സസ്. നാലാമത്തെ കാരണം വളരെ രസകരമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരെയും ഉയർന്ന ചിന്താശേഷിയുള്ള ശാസ്ത്രജ്ഞരെയും അസാധാരണ കഴിവുള്ള ക്രിയേറ്റർമാരെയും ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും. അവരിൽ ഭൂരിഭാഗം പേരും സോഷ്യൽ മീഡിയയിൽ സജീവമല്ല.
ഇതാണ് ഗോസ്റ്റ് പ്രോട്ടോകോൾ. അവർ വിശ്വസിക്കുന്നത് വർക്ക് ഇൻ സൈലൻസ്, ലെറ്റ് യുവർ സക്സസ് മേക്ക് ദ നോയ്സ് എന്നാണ്. ഡിജിറ്റൽ ലോകത്തെ ലൈക്കുകൾ എണ്ണാൻ അവർക്ക് സമയമില്ല. കാരണം അവർ യഥാർത്ഥ ലോകത്ത് വലിയ ലക്ഷ്യങ്ങൾക്ക് പുറകെയാണ്. അവർ തങ്ങളുടെ എനർജി വെറുതെ കളയാൻ ആഗ്രഹിക്കുന്നില്ല. 5. ഇമോഷണൽ ഇൻഡിപെൻഡൻസ്. അഞ്ചാമത്തെ കാരണം ഇവരുടെ മാനസിക അചഞ്ചലതയാണ്. ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ അതിന് വിചാരിച്ചത്ര ലൈക്ക് കിട്ടിയില്ലെങ്കിൽ ഡിപ്രഷനിലാകുന്ന ഒരു തലമുറയാണ് ഇന്നുള്ളത്. എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ ഇടാത്തവർ ഇമോഷണൽ ഇൻഡിപെൻഡൻസ് ഉള്ളവരാണ്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കോ വിദ്വേഷ കമൻറ്റുകൾക്കോ ഇവരുടെ മാനസികാവസ്ഥയെ മാറ്റാൻ കഴിയില്ല. അവർ വൈകാരികമായി അങ്ങേയറ്റം സുരക്ഷിതരാണ്. 6. ഹൈപ്പർ ഫോക്കസ് ഓൺ കണ്ടന്റ് ഓവർ പാക്കേജിംഗ്. ഇത്തരം ആളുകൾ ബാഹ്യമായ രൂപത്തിനോ പാക്കേജിങ്ങിനോ അല്ല പ്രാധാന്യം നൽകുന്നത്, മറിച്ച് തങ്ങളുടെ അറിവിനും ചിന്തകൾക്കുമാണ്. അവർ ഒരുപക്ഷെ സ്വന്തം ഫോട്ടോ ഇടില്ലായിരിക്കാം, എന്നാൽ ലോകത്തെ മാറ്റുന്ന ഒരു വലിയ ആശയത്തെക്കുറിച്ച് അവർ എഴുതിയെന്ന് വരാം. രൂപത്തേക്കാൾ ഗുണത്തിന് പ്രാധാന്യം നൽകുന്നവരാണ് ഇവർ. 7. ദ പവർ ഓഫ് ആബ്സല്യൂട്ട് മിസ്റ്ററി. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഏഴാമത്തെ കാരണം പവർ ഓഫ് ആബ്സല്യൂട്ട് മിസ്റ്ററി അഥവാ നിഗൂഢതയുടെ യഥാർത്ഥ ശക്തി. റോബർട്ട് ഗ്രീനിൻ്റെ പ്രശസ്തമായ 48 ലോസ് ഓഫ് പവർ എന്ന പുസ്തകത്തിൽ പറയുന്ന ഒരു നിയമമുണ്ട്: ഓൾവേസ് സേ ലോസ് ദാൻ നെസസറി. സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ ഇടാത്തവർ ഈ നിയമം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവരാണ്. നിങ്ങൾ എവിടെയാണ്, എന്ത് ചെയ്യുകയാണ്, നിങ്ങളുടെ അടുത്ത നീക്കം എന്താണ് എന്ന് ലോകത്തിന് പ്രവചിക്കാൻ കഴിയില്ല. ഈ നിഗൂഢത അവർക്ക് സമൂഹത്തിൽ ഒരു പ്രത്യേക ബഹുമാനവും ഭയവും നേടിക്കൊടുക്കുന്നു. അവർ ശാന്തരാണ്, എന്നാൽ അപകടകാരികളായ വേട്ടക്കാരെ പോലെ ലക്ഷ്യത്തിലേക്ക് മാത്രം കണ്ണുവെക്കുന്നവരാണ്. സുഹൃത്തുക്കളെ, സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ ഇടുന്നതോ ആക്റ്റീവ് ആകുന്നതോ തെറ്റാണെന്നല്ല ഇതിനർത്ഥം. അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ ഇടാത്തവരെ നമ്മൾ കാണുമ്പോൾ അവരെ ഒന്നിനും കൊള്ളാത്തവരായി വിലയിരുത്തരുത്. യഥാർത്ഥത്തിൽ അവരിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട വലിയൊരു പാഠമുണ്ട്. നിങ്ങളുടെ ജീവിതം മറ്റുള്ളവരെ കാണിക്കാനുള്ള ഒരു ഷോ അല്ല, അത് നിങ്ങൾ ജീവിച്ചു തീർക്കേണ്ട ഒന്നാണ്. വെർച്വൽ ലോകത്തെ താൽക്കാലിക കയ്യടികൾക്ക് വേണ്ടി നിങ്ങളുടെ സ്വകാര്യതയോ സമാധാനമോ വിറ്റഴിക്കരുത്. ഡിജിറ്റൽ ലോകത്തേക്കാൾ മനോഹരമാണ് പുറത്തുള്ള യഥാർത്ഥ ലോകം എന്ന് തിരിച്ചറിയുക. ഇപ്പോൾ നിങ്ങളുടെ മനസ്സൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ഫ്രണ്ട് ലിസ്റ്റിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ ഇതുപോലെ പ്രൊഫൈൽ പിക്ചർ ഇടാത്ത, സ്വന്തം ഫോട്ടോസൊന്നും പോസ്റ്റ് ചെയ്യാത്ത ആ നിഗൂഢ വ്യക്തിത്വം ആരാണ്? അവരുടെ പേര് താഴെ കമൻറ്റ് ചെയ്യൂ, അല്ലെങ്കിൽ ഈ പവർഫുൾ വീഡിയോ അവർക്ക് ഷെയർ ചെയ്തു കൊടുക്കൂ. അവരെത്രത്തോളം സ്പെഷ്യലാണെന്ന് അവർ തിരിച്ചറിയട്ടെ. നിങ്ങൾ ഈ പറഞ്ഞ 7 കൂട്ടരിൽപ്പെട്ട ഒരാളാണോ? നിങ്ങളുടെ ചിന്തകൾ താഴെ കമൻറ്റ് ചെയ്യൂ. വീഡിയോ നിങ്ങളുടെ ചിന്തകളെ ഉണർത്തിയെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു മികച്ച സൈക്കോളജി വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.